പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദേവമലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റായ കടലോളം സ്നേഹം എന്നതിലെ മരങ്ങളുടെ ഭാഷ എന്ന പാഠമാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഇതുവരെ നാം മനസ്സിലാക്കിയത്. പരസ്പര സ്നേഹം മനുഷ്യരിൽ നിന്ന് പ്രകൃതിയിലേക്ക് പടരുന്ന കാഴ്ച ഇനി കാണാം. മരങ്ങളുടെ ഭാഷ. കുട്ടിയുടെ വീടിനു ചുറ്റും ധാരാളം സസ്യങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛൻ നട്ടുനനച്ച് വളർത്തിയവയും വളപ്പിൽ താനേ മുളച്ചു വന്നവയും. ഒരു നാൾ തൊടിയിൽ കയ്പവള്ളിക്ക് പന്തലിട്ട് കൊടുക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ. കയ്പവള്ളികൾ ഓരോന്നായി കൈകൊണ്ട് പതുക്കെ പൊക്കിപ്പിടിച്ച് പുഴുക്കേടുകൾ നുള്ളി നീക്കിക്കൊണ്ടിരുന്ന അച്ഛൻ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ തന്നോടല്ല സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ചോദിച്ചു, അച്ഛൻ ആരോടാ വർത്തമാനം പറയണത്? അതിന് അച്ഛൻ്റെ മറുപടി, ഇതാ ഈ കയ്പവള്ളിയോട്. അച്ഛൻ പറയണത് കയ്പവള്ളിക്ക് മനസ്സിലാവോ? എന്താ സംശയം? ഞാൻ പറയുന്നത് കയ്പവള്ളിക്കും അവൾ പറയുന്നത് എനിക്കും മനസ്സിലാവും. 4 ദിവസം മുമ്പ് ഈ വള്ളി തലയുയർത്തി കാറ്റിലാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ദേ എനിക്ക് മുകളിലോട്ട് കയറണം, പന്തലിട്ട് തരണം, പൂക്കണം, കായ്ക്കണം എന്നൊക്കെ. അന്ന് ഞാൻ തൽക്കാലം ഒരു താങ്ങുകമ്പ് കുത്തിക്കൊടുത്തു. മോള് കണ്ടോ, കയ്പവള്ളി സ്പ്രിംഗ് പോലുള്ള അതിൻ്റെ കുഞ്ഞു വിരലുകൊണ്ട് കമ്പിൽ പിടിച്ച് മേലോട്ട് കയറിയത്. ഇപ്പോൾ അച്ഛൻ എന്താ വള്ളിയോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, മിടുക്കി, കമ്പ് മതിയാവുന്നില്ല അല്ലേ നിനക്ക്? സുഖമായി കയറി കിടക്കാൻ ഞാൻ പന്തൽ കെട്ടിത്തരാമെന്ന്. പുളു, ചെടികൾക്ക് മിണ്ടാൻ പറ്റില്ല, നമ്മുടെ മലയാളവും അറിയില്ല. ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ല എന്ന്? നീ ഒന്ന് മേലോട്ട് നോക്ക്. പ്ലാവിൻ്റെ കൊമ്പൊരു കൈപോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ? അല്പം തല ചെരിച്ചു വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താണെന്നറിയോ? ആവോ, എനിക്കറിയില്ല. എന്നാൽ കേട്ടോ, തെങ്ങ് പറയുന്നത് ഉപദ്രവിക്കാൻ വരില്ലേ എന്നാ. കുട്ടിക്ക് ചിരി വന്നു. അച്ഛൻ ചുമ്മാ പറയുന്നതാ. എന്നാൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്ക്, ശരിയല്ലേന്ന്. എങ്കിൽ പറയൂ, തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പപ്പായ മരം മേലോട്ട് നോക്കി എന്താ പറയണത്? അച്ഛൻ കൈവിരലുകൾ ചുരുട്ടി ചെവിക്ക് പിറകിൽ പിടിച്ചു, സംഭാഷണം ശ്രദ്ധിക്കാനെന്ന മട്ടിൽ. എന്നിട്ട് പറഞ്ഞു, ഹാ, കേൾക്കുന്നുണ്ട്. എന്താണെന്നോ, ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖ. വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ. എന്നാൽ സൂര്യവെളിച്ചം മുഴുവൻ മറയ്ക്കല്ലേ. ഓലക്കൈയിലൂടെ കുറേ വെളിച്ചം എനിക്കും വിട്ടുതരണേന്ന്. അതിന് തെങ്ങ് പറയുന്ന മറുപടി എന്തായിരിക്കും? മോൾക്ക് പറയാൻ പറ്റുമോ? അവൾ അച്ഛനെ അനുകരിച്ച് കൈപ്പത്തി കൊണ്ട് ചെവിക്ക് പിറകിൽ കുമ്പിൾ കുത്തി. എന്നിട്ട് സാവധാനം പറഞ്ഞു, അനിയത്തി പേടിക്കണ്ട, എൻ്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം. അച്ഛൻ മോളെ അഭിനന്ദിച്ചു. ഭേഷ്, അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി. യു അരവിന്ദാക്ഷൻ്റെ പ്രകൃതി ഒരു സ്നേഹിത എന്ന കൃതിയിൽ നിന്നും എടുത്ത പാഠഭാഗം. ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. രംഗവേദി. കഥ വായിച്ചല്ലോ. കയ്പവള്ളി ഒരു കഥാപാത്രമാണ്. മറ്റ് കഥാപാത്രങ്ങൾ ആരെല്ലാം? കഥയിൽ കയ്പവള്ളിയെ കൂടാതെ അച്ഛൻ, മകൾ, പ്ലാവ്, തെങ്ങ്, പപ്പായമരം എന്നീ കഥാപാത്രങ്ങൾ കൂടിയുണ്ട്. ഈ കഥ ക്ലാസ്സിൽ നാടകമായി അവതരിപ്പിക്കൂ. കൂടുതൽ കഥാപാത്രങ്ങളാവാം. കഥയിലുള്ള സംഭാഷണങ്ങൾക്ക് പുറമേ യോജിക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. ഉദാഹരണമായി ഒരു നാടകം തന്നിട്ടുണ്ട്. നിങ്ങൾ മികച്ച രീതിയിൽ നാടകം തയ്യാറാക്കി അവതരിപ്പിക്കുക. നാടകത്തിന് ഒരു പേര് കൊടുക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് അറിയാം പ്രകൃതിയെ എന്നതാണ്. രംഗം 1. അച്ഛനും അമ്മയും തൊടിയിൽ പച്ചക്കറി ചെടികളെ പരിപാലിക്കുന്നു. മകൾ കടന്നു വരുന്നു. കുട്ടി, അച്ഛൻ ഒഴിവു സമയങ്ങളിലെല്ലാം ഈ തോട്ടത്തിൽ തന്നെയാണല്ലോ. അമ്മ, നമ്മൾ ഈ ചെടികളെ നന്നായി നോക്കിയാൽ മാത്രമേ ഇവ വളരൂ. അച്ഛൻ, നമുക്ക് കറി വയ്ക്കാൻ ആവശ്യമായ പച്ചക്കറികളെല്ലാം ഈ തോട്ടത്തിൽ നിന്നല്ലേ കിട്ടുന്നത്. കുട്ടി, നമുക്ക് പച്ചക്കറി ചന്തയിൽ നിന്ന് വാങ്ങിയാൽ പോരെ. അമ്മ, മാരകമായ കീടനാശിനി തളിച്ചല്ലേ ചന്തയിൽ പച്ചക്കറികൾ എത്തിക്കുന്നത്. അത് കഴിച്ചാൽ നമുക്ക് അസുഖം വരില്ലേ. കുട്ടി, ഞങ്ങളോട് ടീച്ചറും പറയാറുണ്ട് കഴിയുന്നത്ര പച്ചക്കറികളൊക്കെ നട്ടുവളർത്തണമെന്ന്. അച്ഛൻ, അതെ, നമുക്ക് വേണ്ട കുറച്ച് പച്ചക്കറികൾ നമുക്ക് തന്നെ കൃഷി ചെയ്യാവുന്നതേയുള്ളൂ. അമ്മ, ഈ ചെടികളോട് സംസാരിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും ആരോഗ്യവും കിട്ടും. കുട്ടി,
അതെങ്ങനെയാ അമ്മ ഈ ചെടികളോട് സംസാരിക്കുന്നത്? അവയ്ക്ക് മലയാളം അറിയാമോ? അമ്മ: ചെടികളെ ശ്രദ്ധിച്ചാൽ അവയുടെ ഭാഷ നമുക്ക് മനസ്സിലാകും. കുട്ടി: എങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ. രംഗം 2. തോട്ടത്തിന് നടുവിൽ കുട്ടി നിൽക്കുന്നു. കാറ്റിൽ ഇലകൾ അനങ്ങുന്നു. കുട്ടി: പപ്പായ മരമേ, നീ എന്നെയാണോ കൈയാട്ടി വിളിക്കുന്നത്? പപ്പായ മരം: അതേ കുട്ടി, ഈ പഴുത്ത പപ്പായ നിനക്കായി ഞാൻ കാത്തുവച്ചതാണ്. കുട്ടി: ഹായ്, രുചിയുള്ള പപ്പായ. ഞാൻ എന്താണ് ഇതിന് പകരം തരിക? പപ്പായ മരം: നീ ഈ പ്രകൃതിയെ സംരക്ഷിക്കുക, അത് മാത്രമാണ് വേണ്ടത്. അടുത്ത പ്രവർത്തനം ഞങ്ങളും പറയുന്നുണ്ട് എന്നതാണ്. ഭേഷ്, അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി. അച്ഛൻ കുട്ടിയോട് പറഞ്ഞ ഈ വാക്യത്തോടെയാണ് കഥ അവസാനിക്കുന്നത്. മരങ്ങളും ജീവികളും മനുഷ്യനെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരാണോ? മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്ത് എന്താണ് ഉദ്ദേശിച്ചത്? ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും ചേർത്ത് കുറിപ്പ് തയ്യാറാക്കൂ. മരങ്ങളും ജീവികളും ആശയവിനിമയം ചെയ്യുന്നുണ്ട്. എന്നാൽ മനുഷ്യരുടെ ഭാഷയുമായി അവയുടെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. അവയോടൊപ്പം സ്നേഹത്തോടെ നിന്നാൽ നമുക്കും ആ ഭാഷ മനസ്സിലാക്കാം. ഇവിടെ കുട്ടി അവളുടെ അച്ഛനെപ്പോലെ പ്രകൃതിയെ മനസ്സിലാക്കാനും സ്നേഹത്തോടെ ഇടപെടാനും പഠിച്ചു എന്നാണ് കഥാകൃത്ത് ഉദ്ദേശിച്ചത്. ഓർമ്മത്താളിലേക്ക്. പകലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് കുട്ടി അന്ന് ഉറങ്ങാൻ കിടന്നത്. കൈപ്പവള്ളിയും അച്ഛനും തമ്മിലുള്ള വർത്തമാനം അവളെ ഏറെ ചിന്തിപ്പിച്ചു. മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി എന്ന അച്ഛൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഉറക്കം വരുന്നേയില്ല. ജീവിതത്തിലെ മറക്കാനാവാത്ത ആ ദിവസത്തെക്കുറിച്ച് അവൾ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. നിങ്ങളും ഭാവനയ്ക്കനുസരിച്ച് ആ ഡയറി എഴുതൂ. ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്നത്തെ തീയതി ഉണ്ടായിരിക്കണം എന്നതാണ്. ദിവസവും സമയവും ഒക്കെ നമുക്ക് ഡയറിയിൽ ചേർക്കാവുന്നതാണ്. ഉദാഹരണമായി ഒരു ചെറിയ ഡയറിക്കുറിപ്പ് നൽകുന്നുണ്ട്. മികച്ച രീതിയിൽ നിങ്ങൾ സ്വന്തമായി എഴുതി തയ്യാറാക്കുക. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ചെടികളെയും മരങ്ങളെയും കൃഷിയെയും സ്നേഹിക്കുന്ന അച്ഛനൊപ്പം കുറച്ചു നേരം കൃഷിത്തോട്ടത്തിൽ നിൽക്കാൻ കഴിഞ്ഞു. അച്ഛൻ അവയോടൊപ്പം സംസാരിക്കാറുള്ളത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഞാൻ ചെടികളെ സ്നേഹിക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങിയപ്പോൾ അവ എന്നോടും സംസാരിച്ചു. പ്രകൃതിയുടെ ഭാഷ. മരങ്ങളുടെ ഭാഷ പരിചയപ്പെട്ടു. പ്രകൃതിയുടെ ഭാഷയും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ വരികൾ വായിക്കൂ. കവി ഈ വരികളിലൂടെ എന്തെല്ലാം അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്? ചർച്ച ചെയ്യൂ. ഇലകൾ കാറ്റടിച്ചുലയുന്നു, 100 കിളികൾ പൂഞ്ചിറകിളക്കുന്നു, കൊഞ്ചും മൊഴികളാൽ ചെപ്പുകിലിക്കുന്നു, പനീർ മലരിതളുകൾ ഉതിർക്കുന്നു, നീലമലയിലെമ്പാടും കുറിഞ്ഞിപ്പൂത്ത പോൽ മതിമറന്നുമേ കുളിരുപോരുന്നു, കരളിൻ തേനറ തുളുമ്പിത്തൂവുന്നു, അകം ധരിച്ചു നിന്നുലയും തൈമരം, അടിമുടി മലരണിയുന്നു, മനം നിറഞ്ഞു പെറ്റമ്മ ചിരിക്കും പോലവേ. ശ്രീ ഏറ്റുമാനൂർ സോമദാസന്റെ കവിതയാണിത്. മനോഹരമായ പ്രകൃതിയുടെ ഭാഷയാണ് കവി ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇലകൾ കാറ്റിലാടി ഉലയുന്നു. കിളികൾ അവരുടെ പൂ പോലെ മൃദുലമായ ചിറകുകൾ ഇളക്കുകയും മനോഹരമായി ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. പൂക്കൾ ഇതളുകൾ വിടർത്തുന്നു. മലയിൽ നിറയെ വിടർന്നു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂ പോലെ ശരീരം രോമാഞ്ചം കൊള്ളുന്നു. തേനറകളിൽ തേൻ തുളുമ്പുന്നു. തൈമരം നിറയെ പൂക്കൾ വിടർന്നു നിൽക്കുന്നു. മക്കളുടെ കൊഞ്ചലും കളികളും കണ്ട് പെറ്റമ്മ ചിരിക്കുന്നത് പോലെ ഇതൊക്കെ പ്രകൃതിയെ സന്തോഷിപ്പിക്കുന്നു.